ഹായ് മക്കളെ, വെൽക്കം ടു ഐ ട്യൂട്ടർ. നിങ്ങൾ സ്വന്തം AK ആണ്. നിങ്ങളൊരു 10th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം. നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് പോവുക. നിങ്ങൾക്ക് വേണ്ട എല്ലാ സബ്ജക്റ്റിൻ്റെയും എല്ലാ കണ്ടൻറ്റിൻ്റെയും വീഡിയോസ് അവിടെ ഉണ്ട്. ഓക്കെ ആണല്ലോ? നമുക്ക് ടോപ്പിക്കിലേക്ക് വരാം. മുമ്പൊരു കാര്യം പറയാണ്, ജസ്റ്റ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോസ് നമ്മൾ ഉറപ്പായിട്ടും തരുന്നതായിരിക്കും. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? എല്ലാവരെയും സംശയമാണത്. എന്നോട് ഒരുപാട് കുട്ടികൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, സാറേ ഇത്തവണ വാല്യൂഷൻ ലിബറലാവോ അല്ലെങ്കിൽ ടഫാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. വാല്യൂഷൻ ടഫാവോ ലിബറലാവോ എന്നുള്ളത് സ്വാഭാവികമായിട്ടും ആ പേപ്പർ നോക്കുന്ന ആളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതാണ് നിങ്ങൾ ഇപ്പോൾ കേൾക്കാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാല്യൂഷൻ ലിബറലായിരിക്കും. അതെങ്ങനെയാണ് സാർ അങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണമുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, കഴിഞ്ഞ വർഷം 9ന്റെ ടെക്സ്റ്റ് ബുക്ക് മാറി. ഇത്തവണ 8ാം ക്ലാസ്സിൻ്റെയും 10ാം ക്ലാസ്സിൻ്റെയും ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. ടെക്സ്റ്റ് ബുക്ക് മാറുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൊസീജിയറാണ്, ശരിയല്ലേ? ആ ഒരു എൻറ്റയർലി ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേണും അതേപോലെ സിലബസും എല്ലാം മാറുകയാണ്. 10ാം ക്ലാസ്സിലെ ഈ പരീക്ഷ കഴിയുന്നതോടുകൂടി ഈ സ്ട്രീമിൽ അല്ലെങ്കിൽ ഈ സിലബസിൽ എക്സാം എഴുതുന്ന കുട്ടികൾ നിങ്ങൾ അതങ്ങോട്ട് തീരുകയാണ്. പിന്നെ പുതിയ സിലബസ്, പുതിയ സ്ട്രീം ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ട്രീം എൻഡ് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്ട്രീം വളരെ മികച്ചതായിരുന്നു അല്ലെങ്കിൽ നല്ല സിലബസായി എൻഡ് ചെയ്തു എന്ന കാര്യം കേൾപ്പിക്കാൻ തന്നെയായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരുങ്ങാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നത്, ഇത്തവണ വാല്യൂഷൻ വളരെയധികം ലിബറലായിരിക്കും. ചാൻസ് ആണ്, പക്ഷേ 90% ചാൻസ് ഞാനിത് കാണുന്നത്. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയാണ്, ഇത് ഞാനിവിടെ പറയാൻ പാടില്ലാത്ത കാര്യമാണ്, എന്നാലും ഞാൻ പറയാണ്. മാറി മാറി വരുന്ന ഓരോ സർക്കാരുകളുടെയും അവരുടെ എന്താ പറയുക വലിയൊരു വിക്ടറി അല്ലെങ്കിൽ അവരുടെ വലിയൊരു വിജയത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ 10th സ്റ്റാൻഡേർഡിൻ്റെ റിസൾട്ട് പറയപ്പെടാറുള്ളത്. നിങ്ങളെ നോക്കിയാൽ മതി, ഓരോ വർഷവും റിസൾട്ട് കൂടി വരികയാണ്. ഇത്തവണ നമ്മുടെ റിസൾട്ട് കട്ടിയാക്കും അല്ലെങ്കിൽ വാല്യൂഷൻ കട്ടിയാക്കും എന്നൊക്കെ ഒരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല. കാരണം അങ്ങനെയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. സംഭവിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സുകാർക്കാണ്. 8ാം ക്ലാസ്സുകാർക്ക് അതും ഇത്തവണയല്ല, വളരെ പതുക്കെ മെല്ലെ വർഷങ്ങൾ എടുത്തുകൊണ്ട്, മിക്കവാറും 1-2 വർഷം എടുത്തുകൊണ്ട് മാത്രമായിരിക്കും ഈ ഒരു ചേഞ്ച് ഉണ്ടാവുക. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് അറിയിക്കാൻ വേണ്ടി മസ്റ്റായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.